പത്തനംതിട്ട കോഴഞ്ചേരിയിൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ആധുനിക രീതിയിലുള്ള ഇൻഡോർ കോർട്ട് യാഥാർത്ഥ്യമാകുന്നു. 3 ഷട്ടിൽ കോർട്ട്, വോളിബോൾ കോർട്ട്, ഡ്രസ്സിംഗ് റൂം, ഒപ്പം സ്റ്റേഡിയവും ഉൾപ്പെടെ 800-ലധികം പേർക്കിരിക്കാവുന്ന ഗ്യാലറിയുമാണ് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ ഒരു പദ്ധതിയായിരുന്നു എൻ്റെ ഗ്രാമം എൻ്റെ കളിസ്ഥലം. അങ്ങനെ എൻ്റെ ഗ്രാമം എൻ്റെ കളിസ്ഥലം പദ്ധതിയിലെ കളിസ്ഥലം അന്വേഷിച്ചാണ് ഞാനിപ്പോൾ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേഡിയമാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ഇത് സ്റ്റേഡിയമാണെന്ന് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമോ? അതായത് മൊത്തം പുല്ല് വളർന്നു നിൽക്കുന്ന ഒരു സ്റ്റേഡിയമാണോ, ഒരു കളിസ്ഥലമാണോ എന്ന് തന്നെ നമുക്ക് അതിശയമുണ്ട്. എങ്ങനെയാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിയത്? നമുക്ക് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോമനോട്. പ്രസിഡന്റ്, എന്താണ് ഇങ്ങനെ പുല്ല് വളർന്നു നിൽക്കുന്നത്? ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ഭരണസമിതി കയറിയിട്ട് ഏകദേശം 6-7 മാസമായി. അതിൻ്റെ ഇടയ്ക്കാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പും പെരുമാറ്റച്ചട്ടവും ഒക്കെ വന്നത്. പക്ഷേ ഞങ്ങൾ കയറിയ അന്ന് ആദ്യത്തെ ഒരു പദ്ധതിയായി ഇവിടെ ഒരു കോർട്ട് വേണമെന്ന് ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ബഹുമാനപ്പെട്ട MP ഞങ്ങളത് ആവശ്യപ്പെട്ടു. MP ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു. എങ്കിലും അതിൻ്റെ അകത്തൊരു ലഭ്യത കുറവെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും തുക ലഭിക്കുമോ എന്നുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും MP ഞങ്ങളുടെ കൂടെ ആ ഒരു കോർട്ട് നമുക്ക് പണിയണം, നല്ലൊരു പദ്ധതി വേണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്ന സമയത്താണ് മുത്തൂറ്റ് ഫിനാൻസ് ഗ്രൂപ്പിന്റെ CSR ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാം കൂടെ അദ്ദേഹത്തിന്റെ ആ മുത്തൂറ്റ് ഫിനാൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥനെ പോയി കാണുകയും അവര് എല്ലാവരും ഉണ്ടായിരുന്നു, അവരുടെ കുടുംബം മുഴുവൻ ഉണ്ടായിരുന്നു. അവര് കോഴഞ്ചേരിയിൽ ഈ പദ്ധതി ചെയ്തു തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഈ പദ്ധതിയുമായി ഞങ്ങൾ ഇവിടെ ഒരു നല്ലൊരു ഇൻഡോർ കോർട്ട്, അതായത് 3 ഷട്ടിൽ കോർട്ട്, ഒരു വോളിബോൾ കോർട്ട് ഉൾപ്പെടെ ഏകദേശം 600-800 പേർക്ക് ഇരിക്കാവുന്ന ഗ്യാലറി, വനിതകൾക്കും പുരുഷന്മാർക്കും കളിക്കാർക്ക് ഡ്രസ്സിംഗ് റൂം, ഓഫീസ് ഉൾപ്പെടെ അങ്ങനെ ഒരു പദ്ധതിയാണ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 4 കോടി രൂപയിൽ മുകളിലുള്ള ഒരു പദ്ധതി CSRൽ കൂടെ അവർ ചെയ്തു തരാൻ ഉള്ളൊരു നീക്കമാണ് നടക്കുന്നത്. അതൊരു പൂർണ്ണതയിൽ എത്താഞ്ഞുകൊണ്ടാണ് നമ്മളത് പബ്ലിക്കിനോട് പറയാഞ്ഞത്. അത് ലഭിച്ചു കഴിഞ്ഞ് പറയാമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.